ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. അപ്പോൾ ഞാനൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല പോകാനായിട്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ ദിവസം, അതായത് ആ പ്ലേ ബട്ടൺ കിട്ടല്ല 100K ആയ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനും ഒരു പ്രത്യേക സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ 3 വർഷം ശരിക്കും എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. കാരണം എന്താ പറയുക, സാധാരണ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ഇട്ടും കമൻസ് കേട്ടും അത്രയും നെഗറ്റീവ് കമൻസ് കേട്ടിട്ട് തളർന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും എണീക്കും, പിന്നെ വീണ്ടും വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മുന്നിലേക്ക് വന്ന് എന്താ പറയുക ഇത്രയ്ക്കായതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോഴും ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും വീഡിയോ ഇടാനും 2 കുട്ടികളെ വെച്ചിട്ട് എന്തായാലും എടുത്ത പണി എടുത്തു കൊടുത്ത് വെക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ മാക്സിമം 2 ദിവസം ഇടാണ്ട് അപ്പം ഞാൻ പറയും കേട്ടോ, കുട്ടികൾ എന്നോടാ ചോദിക്കുക എന്താ ആൻറ്റി ഡിവൈൻ വീഡിയോ ഇടാത്തതെന്ന് പറയുമ്പോൾ ഞാനാണ് ഡിവൈനെ എന്താണ് മടി വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. കാരണം നമുക്കറിയാം കുട്ടികളെ വെച്ചിട്ട് ചെയ്യാൻ എളുപ്പമല്ല, എന്നാൽ പോലും ഡിവൈൻ മാക്സിമം അത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് രാവിലെ ഡോൺ ഇന്ന് നേരത്തോടെ പോയിട്ടോ. അപ്പോൾ ഞാനാണ് ഇന്ന് രാവിലെ എണീറ്റിട്ട് കാര്യങ്ങൾ അപ്പോൾ കുട്ടികൾക്ക് ഇന്നും ക്ലാസ്സില്ല. അപ്പോൾ ഞാൻ പറയും ക്ലാസ്സില്ലാത്ത ദിവസം ഇത്തിരി സമാധാനത്തിൽ എണീറ്റ് വന്നാൽ മതി, കാരണം ഇവിടെ ഒരു തിക്കും തിരക്കും ഇല്ല. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ ചായ വെച്ചു. ഡിവൈൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കോഫിയുടെ ആളാട്ടോ ഡിവൈൻ. അപ്പോൾ ഡിവൈൻ കോഫിയാണ് വെക്കുക. ഞാനിപ്പോൾ ഡാഡി പറഞ്ഞു ചായ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ വെച്ചു. കാരണം ഒറ്റയടിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ വട കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ സാമ്പാറിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ സോക്ക് ചെയ്തിട്ടപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് അത് കഴിയുകയും ചെയ്തു. അപ്പോൾ തോമൊന്ന് ഇത്തിരി ലേറ്റായിട്ട് എണീറ്റ് വന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമാണ് ആ കിടന്ന് കാണിക്കുന്നത്. പിന്നെ അവനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല, അവന് ഇഷ്ടമല്ല. അവൻ ക്യാമറയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവൻ ദേഷ്യപ്പെടും. അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ റോമാനെയാണാവോ അതോ സ്പൈഡർമാനാണാവോ, രണ്ടുമാണ് മൂപ്പരുടെ സ്വഭാവം കേട്ടോ ഇഷ്ടമുള്ളത്. പക്ഷേ ഞാനത് പ്രോത്സാഹിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് കൊച്ചുവോളച്ചൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ എന്താ പറയുക, അവിടുത്തെ വാവ സംസാരിക്കുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് അവൻ അവളോട് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ആദ്യമായിട്ട് അറിയേണ്ടത് അവന് ഇത്രയും പറ്റും എന്നുള്ളതൊക്കെ ഇത് കാണുന്നതിൻ്റെ പ്രത്യേകത കേട്ടോ. അത് തന്നെ പാച്ചും അതെ, അവർക്ക് പറ്റാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ അതിശയിക്കും. ഈ പ്രായത്തിൽ ഇങ്ങനെ പറ്റുമോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ, ഇവർ ഈ കാർട്ടൂണും സംഭവവും കണ്ട് അതിലത്തെ ഓരോ കാര്യങ്ങളാണ് അവർ പറയണത്. അപ്പോൾ ഇവൻ്റെ കണ്ടില്ലേ, ഞാൻ പറയാറില്ലേ ഫോണിൻ്റെ പ്രാന്തനാന്ന്. ഇവൻ കാണുകയല്ല ചെയ്യുക, ഈ ഫോൺ എടുത്ത് അങ്ങോട്ട് വെച്ച് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് അങ്ങനെയാണ്. അവന് ഡമ്മി ഫോണായാലും മതി, അതാണ്. അപ്പോൾ അങ്ങനെയാണ് 2 സ്റ്റൈലെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. അപ്പോൾ നമ്മുടെ മഴ തുടർന്നു കേട്ടോ. ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. അപ്പോൾ ഒരാൾക്കും പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ പോലെയായി. കാരണം ചുറ്റോറും എല്ലാ വശവും അടച്ച് കെട്ടി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. മൂർക്കനിക്കര എന്ന് പറഞ്ഞാൽ നമ്മളുടെ വശമൊക്കെയാണ്. അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് അവിടെയൊക്കെ വഴി കടകളൊക്കെ അടച്ചു, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. പിന്നെ മണ്ണുത്തിയിലൊക്കെ നിറച്ച് വെള്ളമാണ്. ഹബ്ബിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടോ 2 എനിക്ക് തോന്നുന്നു എവിടെയോ ത്രെഡ് മില്ല് കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. 2 കസേര മറിച്ചിട്ട് ത്രെഡ് മില്ല് നടക്കുന്ന പോലെയുള്ള നടക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 2 കൂടിയിട്ട് ഇവരെവിടേക്കോ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ളത്. നമുക്ക് ഇവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ കാണിക്കുന്ന സംഭവം ഇതാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് കസേര ശരിക്കും ഇടിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒന്ന് വീഴേ പൊട്ടേ അല്ലെങ്കിൽ കസേര തന്നെ ഒടിയേ ചെയ്ത് അത് കുത്തിക്കീറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞങ്ങൾ കുഞ്ഞിലെ കേട്ടിട്ടുണ്ട് കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ ഓരോ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ കാണുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ദേഷ്യമൊന്നും വരില്ല, നമുക്കൊരു കൗതുകമാണ് ഇവർ ഈ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ. പിന്നെ അപകടം വരുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ കുഞ്ഞാൾ കണ്ടില്ലേ, അവൻ ചേട്ടനെ പോയിട്ട് തോണ്ടി വിളിക്കണം ഒളിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ അനിയനെ എപ്പോഴും ഇങ്ങനെ ഒളിച്ച് കളിക്കും, പിക്കപ്പ് കളിക്കലാണ് ഇവരുടെ പണി കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ കുഞ്ഞാളുടെ പണി. തോമ നന്നായി കളിപ്പിക്കും ചാക്കോച്ചനെ കേട്ടോ. അത് പാച്ചു ആയാലും 2 ഉണ്ണീനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർ
അവരുടേതായ രീതിയിലുള്ള കളികളാണ്. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത കാരണം ഫുൾ ടൈം അകത്താണ്. അപ്പോൾ അതിൻ്റേതായ കോലാഹലങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡിവൈന് വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വോയിസ് റെസ്റ്റ് ഒന്നും നടക്കണില്ല, കാരണം ഫുൾ ടൈം തോമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇപ്പം എന്താ പറയുക, കുറുമ്പ് കാണിക്കേണ്ട ഒരു പ്രായമാണ്, അവർക്കൊന്നും മനസ്സിലാവാത്തൊരു പ്രായമാണ്. അപ്പോൾ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് നമുക്ക് ഒരു പരിധി വരെ അവർ വഴക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാച്ചുകുട്ടൻ ഇന്നും അതെ ഷർട്ടുകൾ മാറി മാറി ഇട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം കുറേ കുട്ടി ഷർട്ടുകൾ ബർത്ത്ഡേക്ക് കിട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും പാകമാവാണ്ട് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഡിമ്പിളിന് തന്നെ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി, അവൻ കുഴപ്പമില്ല, അവൻ വലിയ കുട്ടിയായതുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവൻ കണ്ടു ഓറിയോ ബിസ്ക്കറ്റ് വന്ന് ചോദിച്ചു. അപ്പോൾ പറയാൻ കിട്ടാണ്ടായപ്പോൾ അവൻ ഫോണിൽ ഓറിയോൻ്റെ ഇത് കാണിച്ചിട്ട് ഈ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതാ പറഞ്ഞത്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം. അപ്പോൾ പരസ്യം ചെയ്യണതിലും ഗുണമുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഈ കുട്ടികൾ അതൊക്കെ കണ്ടിട്ടാണല്ലോ ഓരോന്ന് വേണമെന്ന് പറയണത്. ഇത് ഞാൻ ഇന്നലെ സൂപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ സൂപ്പിൻ്റെ ബാക്കി ഇന്ന് എടുത്ത് വെച്ചതാണ്. 2 ഗ്ലാസ്സിലാക്കി വെച്ചു, എനിക്ക് 2 ദിവസമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഡാഡി ഇതേ ഓണത്തിൻ്റെ കളക്ഷൻസ് കംപ്ലീറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഇത് സെക്ഷനായിട്ട് ഫോട്ടോസ് എടുത്ത് ഓരോ വിഭാഗമായിട്ട് വെക്കണം. കാരണം പാലക്കാട് ഒരു വശത്ത്, ലക്ഷ്മിയുടെ വേറെ വശത്ത്, വീതിയുള്ള നെക്ലസ്സുകൾ ഒരു വശത്ത്, പിന്നെ നമ്മുടെ കാശിൻ്റെ ലക്ഷ്മി അങ്ങനത്തത് വേറെ വശത്ത്. അപ്പോൾ ഞാൻ പറയാറുണ്ട് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ്, പക്ഷേ ഇതിൽ ഇത്തിരി ഉപ്പ് കൂടുതലാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കെന്തോ തലച്ചിട്ടണ പോലെ തോന്നി. അപ്പോൾ ഞാൻ വേഗം അവിടെ നിർത്തി. അപ്പോൾ ഡാഡി പറഞ്ഞു കുറച്ച് നേരം കിടന്നിട്ട് മതി എന്നിട്ട് ഡാഡി പുറത്തേക്ക് പോയിട്ടോ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഭക്ഷണം ഇന്നലത്തെ തക്കാളി കറി ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്തുട്ടാ വേറെ ഒന്നുമില്ല തോന്നുന്നുണ്ട്. ഇത് 2 കൂട്ടായിരുന്നു തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചായ ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കട്ടനിടാണ്ട്, കാരണം കുറേ ലേറ്റായി. അപ്പോൾ ഞാൻ ചോദിച്ചു കട്ടനിടാണ്ട് ശരിക്കും ഒരു ചായ തന്നെ കുടിക്കുക. അപ്പോൾ ഞാൻ 3 in 1 AVTയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ലതാട്ടോ അത്. നല്ല കടുപ്പവും മധുരമൊക്കെ പാകത്തിനാണ്. ശരിക്കും ഒരു 120 മില്ലിയ ഉള്ളൂ സാധനം, കൂടുതലൊന്നുമില്ല, പക്ഷേ ആ ഉള്ളതിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലത്തെ അമ്മമാരാണല്ലോ ഈ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് പീസുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ 3 പീസുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും അടിയിലത്തെ പീസ് ഞാൻ എടുത്തിട്ട് ബാക്കി അതങ്ങോട്ട് മാറ്റി വെച്ചു. ആ മാറ്റി വെച്ചത് നന്നായി. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാച്ചു വന്നിട്ട് ജാം വേണമെന്ന് പറഞ്ഞിട്ട് ജാമിൽ പേസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഞാനത് എടുത്തിരുന്നെങ്കിൽ ഈ അവസാനത്തെ ഭാഗമാണെങ്കിൽ ആരും എടുക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യും ഇങ്ങനെ. ആദ്യത്തെ അങ്ങനെയുള്ള പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് ബ്രെഡോ ബട്ടറോ ചീസോ അല്ലെങ്കിൽ ജാമോ തേച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാച്ചൂട്ടൻ്റെ കുറച്ച് തുണികൾ ഞാൻ അവൻ്റെ മാത്രം വേറെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിട്ടാ നേരത്തെ അപ്പോൾ എന്നോട് കിടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡാഡി പോയത്. ആദ്യം വീക്കായിരുന്നാന്ന് തോന്നുന്നുണ്ട് ഒരു പാർസൽ, ആദ്യം പോസ്റ്റ്മാൻ വന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ ഗേറ്റിൻ്റെ അവിടം വരെ പോകണമല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം അറിയാലോ വഴി എന്തോരമുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഇരുന്നപ്പോൾ രണ്ടാമത് വന്നു വീക്കായിരുന്നു. അപ്പോൾ വീക്കായിരുന്നു കൊച്ചുങ്ങൾക്കുള്ള കുട്ടികൾ പാച്ചനും തോമൂലുള്ളത് അത് കൊണ്ടുവന്ന് വെച്ചു. അപ്പം 6 ആയിട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ വന്നു വേറൊരു ബോക്സ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കപ്പോൾ ദേഷ്യം വന്നു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കിടന്നോ ഒന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോഴാണ് പിന്നെ 4ാമത്തെ ബോക്സ്. അപ്പോൾ 4ാമത്തെ ബോക്സ് അപ്പോൾ 2ഉം ഡിമ്പിളുടെ പേരിലായിരുന്നു. അപ്പോൾ ഞാനിത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവച്ചപ്പോൾ ഡിമ്പിൾ കയ്യോടെ ഡിമ്പിളിൻ്റെ ആരോ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി, ഡിമ്പിളുടെ അല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ സമാധാനത്തിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ 2 പേർക്കും ഒരുപോലെ കളറിങ് കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബോക്സായിരുന്നത്. അപ്പോൾ ഞാനത് അവിടെ വെച്ചതിന് ശേഷം തോമൂനുള്ളത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഡിവൈനും കുട്ടികളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പിന്നെ കിടക്കുന്നത് വരെ ഭയങ്കര ബഹളമാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഡിംപിൾ തന്നെയാണത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ 2 ആൾക്കും ഒരുപോലെയുള്ള 2 കളറിങ് കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 പേരും ഓരോന്നെടുത്തു. പാച്ചു വേഗം അതെടുത്ത് വെച്ചു. തോമൂനുള്ളത് ഞാൻ ഡിവൈൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അറിയാമല്ലോ നമ്മുടെ സ്ഥലം കോണിമയാണ് വയ്ക്കുക. അപ്പോൾ കോണിമ വെച്ചാൽ ഡിവൈൻ അത് കൊണ്ടുപോകും. പക്ഷേ ഇന്ന് ഞാനത് കോണിമ വെച്ചില്ല. കാരണം തോമുട്ടൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് തുറന്ന് പ്രശ്നമാക്കണ്ട വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് കളർ പെൻസിൽ, വാക്സ്, ക്രയോൺസ്, പിന്നെ പേന, റബ്ബർ അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ കളിക്കാവുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാവുന്ന, എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ്
ഡിംപിൾ അടുത്ത ബോക്സ് പൊട്ടിച്ചപ്പോൾ അതിൽ നമ്മളുടെ മൈക്രോവേവ് സേഫുള്ള പാത്രങ്ങളായിരുന്നു കേട്ടോ, മറ്റേ എന്താ പറയുക കണ്ടെയ്നറുകളായിരുന്നു. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ഇങ്ങനത്തെയാണ് ഞങ്ങളുടെ വീട്ടിലവിടെ ആൻസി ചേട്ടൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുക, അപ്പോൾ ഇനി മമ്മി ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വെക്കായിരുന്നു. അപ്പോൾ നല്ല 4 കണ്ടെയ്നറുകൾ കേട്ടോ, നല്ല ഉപയോഗമുള്ള 4 പാത്രങ്ങളായിരുന്നു. അപ്പോൾ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിരുന്നു. ആമസോണിൽ നിന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ആദ്യം തന്നെ തോന്നി ഇതുവരെ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു പാത്രമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ കറികളായാലും എന്തുട്ടായാലും വെച്ച് മറ്റേ മുകളിൽ ഹോള് അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കറികൾ ചൂടാറില്ല ആവി പോകാനും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റാന്ന് തോന്നുന്നുണ്ട്. 4 ബോക്സ് ഉണ്ടായിരുന്നു, 4 കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം തുറന്ന് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ഇന്നലെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫുൾ ഈ ആമസോണിൻ്റെ പാക്കിങ് കൊറിയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ ഈ കൊറിയറിൻ്റെ ആൾക്കാർ വരുമ്പോൾ ആരുടെ വീട്ടിലേക്ക് ഞാൻ ചോദിച്ചാൽ ഒന്നെങ്കിൽ ഡിംപിളുടെ അല്ലെങ്കിൽ ഡിവൈൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം ഇവർ കുട്ടികളുടേതായ സാധനങ്ങളും എല്ലാതും കൊറിയർ വഴിയാണ് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുക. ഇപ്പോൾ മെഡിസിൻസ് ആയാലും കെയറിനായാലും അവർ കൊണ്ടുവന്ന് കൊടുക്കുക, ഹോം ഡെലിവറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഗേറ്റിൻ്റെ അവിടെ ഒരാളെ വെക്കണമെന്ന്. കാരണം ഇവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പ്രാവശ്യം ഓടിപ്പോണ്ടി വരും. അപ്പോൾ OTP ഉള്ള സമയത്താണെങ്കിൽ അധിക ഭാഗം ഡിവൈൻ എനിക്ക് OTP ഇട്ട് തരും. മമ്മി താഴ്ത്തുള്ളതെന്ന് വെച്ചാൽ ഈ OTP പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഡിവൈൻ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടി ഗേറ്റിൻ്റെ അവിടെ വരെ പോകും. ഞങ്ങൾക്ക് സ്ഥലം കുറേ അങ്ങോട്ട് എത്തണ്ടേ. മഴയുള്ള സമയമാണെങ്കിൽ പെട്ടുപോകും, അല്ലാത്ത സമയമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഡാഡി വന്നു. രാത്രിയായി, ശരിക്കും സന്ധ്യയായിട്ട് 7 മണിയായി. അപ്പോൾ എൻ്റെ തുണികൾ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ ഉണങ്ങി കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തല ചിറ്റണ പോലെ തോന്നിയപ്പോൾ ഞാൻ മിണ്ടാണ്ട് പോയിട്ട് കിടക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ കിടന്നൊന്നുമില്ല, കിടക്കാൻ പറ്റിയില്ല എന്ന് പറയണതാവും ശരി കേട്ടോ. കാരണം എനിക്ക് ആ സമയമാണ് ഈ പോസ്റ്റ് മാനും കൊറിയറും ബോയ്സും ഒക്കെ വരുന്ന സമയം അതാണ്. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ടി വരും എണീക്കാനായിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് കിടക്കാൻ മടി, ഞാൻ എന്തെങ്കിലും ഒതുക്കി പെറുക്കി നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ ഡാഡി വന്നു ഞങ്ങളുടെ തുണികൾ തോരയിടാനായിട്ട്. ഞാനും ഡിംപിളും കൂടി അപ്പുറത്തേക്ക് കടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സർപ്രൈസായിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവൈൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോൺ വരുമ്പോൾ അപ്പോൾ ഞാൻ ഡിംപിളിനോട് ചോദിക്കുക അയ്യോ ഡോണിൻ്റെ കയ്യിൽ കാണാമല്ലോ എന്നിപ്പോൾ മമ്മി മിണ്ടാണ്ടിരുന്നാൽ മതി, ആ സമയമാകുമ്പോൾ നമ്മൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഡിവൈൻ്റെ വക ട്രീറ്റാണ് കേട്ടോ. മറ്റേ 100K ആയതിൻ്റെ എനിക്ക് എപ്പോഴും തെറ്റും, ഈ 100Kയും മറ്റേത് തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ ട്രീറ്റാണ്. അപ്പോൾ ഡാഡിയോട് ചോദിച്ചു എന്താ ഡാഡിക്ക് വേണ്ടത്. അപ്പോൾ ഡാഡി ഒറ്റയടിക്ക് പറഞ്ഞു എനിക്ക് പെരിപ്പിരി അൽഫാം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് എങ്ങനെ വെച്ചാൽ ഒരു ചെറിയ പീസൊക്കെ കഴിക്കുള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഭക്ഷണം വളരെ കുറവാണ്, പക്ഷെ കഴിക്കുന്നത് വെറൈറ്റി കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ തിരിച്ച് പറയാൻ കാരണം ഇന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. ഞാൻ ആ മെസ്സേജ് ഇതിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇനി എനിക്ക് എന്താ പറയുക അവർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കമൻസ് നമ്മളിതിലിടും. അപ്പോൾ ഞാനും ഇത് വായിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താ പറയുക എനിക്കെന്തോ വിഷമം തോന്നുന്ന കമൻസ് ഞാൻ ഇതിലിടും. അത് ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സൺഡേ ആണ് നെസ്റ്റോയിലേക്ക് പോയതും സാധനങ്ങൾ വാങ്ങിയതും. ഈ പറയുന്ന കുട്ടി, ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഞാനിതിൽ ഇതിലിട്ടുണ്ട്, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെയാണ് പറയണേ. ഈ പറയുന്ന കുട്ടി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മിണ്ടാണ്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട്, ഞാൻ ഞായറാഴ്ചയാണ് പോയത്, അത് കഴിഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് പോകേണ്ട ആവശ്യത്തിന് നമ്മൾക്ക് പോകണ്ടേ, നിങ്ങളാരും പോവാറില്ലേ എവിടേക്കും. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ തോന്നും അപ്പം ഈ കുട്ടി ഇത് കാണേണ്ടത് എപ്പോഴാണ്? ഈ കുട്ടി യൂട്യൂബ് കാണുന്ന കാരണമല്ലേ. അപ്പോൾ ഈ കുട്ടിക്ക് ഈ യൂട്യൂബ് കാണുന്ന സമയം കൊണ്ട് അവിടെ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാറുന്നില്ലേ. അപ്പോൾ നമ്മളൊരാളെ എന്തെങ്കിലും പറയുമ്പോൾ ബാക്കി 4 പേരിലും നമ്മളുടെ നേരെ തിരിയണേന്നുള്ള ഒരു ബോധം ഐശ്വര്യയ്ക്ക് ഉണ്ടായാൽ നല്ലത്. പിന്നെ വേറൊരു കുട്ടി പറഞ്ഞത് നമ്മൾ ഇടുന്ന കമൻസ് വായിക്കണം, കാരണം അത് വായിക്കാനുള്ള തൻ്റെ ഇടം വേണം നമുക്ക്. കാരണം ഓരോരുത്തരുടെയും വ്യൂസ് അനുസരിച്ചല്ലേ നമുക്ക് കാശ് കിട്ടണത്. സംഭവം ശരിയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുന്ന കമൻസിൽ ഒരു ചെറിയൊരു സഭ്യത വേണമെന്നേ ഞാൻ പറയാറുള്ളൂ. നിങ്ങൾ എന്ത് കമൻസ് ഇട്ടാലും എനിക്ക് സന്തോഷമാണ്, കാരണം അതിൽ നിന്ന് എനിക്ക് തിരുത്താനുള്ളത് തിരുത്തും. പിന്നെ കുറേ പേർക്കൊരു ധാരണയുണ്ട് നല്ലത് പറഞ്ഞാൽ മാത്രം എനിക്കിഷ്ടം,
ഒരിക്കലുമല്ല. അത് ഇതിൽ കുറേ കുട്ടികൾക്കറിയാം. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ മാക്സിമം തിരുത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, ചോദിക്കുന്നതിനെല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. നല്ലതായാലും മോശം കാര്യങ്ങളായാലും എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അല്ലാണ്ട് എന്നെ എതിർത്ത് പറയുന്നവരോട് മാത്രമല്ല, ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എൻ്റേതായ നല്ല ഭാഷയിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുക കേട്ടോ. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, ദൈവങ്ങളൊന്നും അല്ലല്ലോ. അപ്പം എന്നാലും ഞാൻ മാക്സിമം എന്താ പറയുക, മിണ്ടാണ്ടിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യും. പക്ഷേ ഇനി അത് റിമൂവ് ചെയ്യേണ്ട, ഇങ്ങനെ ഇടാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പലരും എന്നോട് ആവശ്യപ്പെട്ടത് അതാണ്. അതനുസരിച്ചാണ് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായിട്ടൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കമൻ്റ് ഇടുന്നതിന് പകരം ചിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആ ചിരിക്കണത് വിട്ടുണ്ട്. കാരണം അറിയണമല്ലോ, ഇന്നലെ മിനിയാന്ന് കമൻ്റ് ഇട്ടു, ഇന്നലെ അത് വേഗം റിമൂവ് ചെയ്തു. ഇന്നപ്പോൾ കമൻ്റല്ലേ ഇടാൻ പറ്റാത്തുള്ളൂ, ചിരിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് ചിരിച്ചു. അതായത് എന്താ പറയുക, എത്ര പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആളുടെ പേരൊക്കെ എനിക്കറിയാം, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, കാരണം മോശമല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തിനാ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ടതും നിങ്ങൾ ചെയ്യും, കാരണം നിങ്ങളതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ കുറ്റമല്ല. അപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സിലേക്ക് വരാം. ഇവരുടെ വർത്താനൊന്നും പറഞ്ഞിട്ട് എനിക്ക് 5 പൈസയ്ക്ക് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇതേ പറയുന്നു. അപ്പോൾ ഇത് നമ്മളുടെ പതക്കങ്ങളാണ് കേട്ടോ, നിങ്ങൾ കുറേ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ കാരണം ഞാൻ ഓർണമെൻറ്റ്സ് ഇടാണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് ചോദിക്കും, ആൻറ്റി എന്താ ഇന്ന് ഓർണമെൻറ്റ്സ് ഇട്ടില്ല, ആൻറ്റി ഇങ്ങനെ പറയണേക്കാളും ഞങ്ങൾക്കിഷ്ടം ഓരോന്നിനെക്കുറിച്ചും വിവരിച്ച് പറയേണ്ടതാണ് ആൻറ്റി എന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് മക്കളെ എനിക്കത് പറയാൻ പറ്റാത്തത്, ഈ കുട്ടികൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുത്ത് പറയണ നേരത്താവും ഇവർ പിന്നീ കൂടെ വന്ന് എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ബഹളവും, അല്ലെങ്കിൽ ടി വിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെച്ചിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചോളൂ. സ്റ്റാറ്റസിൽ എടുത്ത് നിങ്ങൾ അയച്ച് ഞാൻ കാണുമ്പോഴേക്കും ചിലപ്പോൾ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ. നല്ല ഒരു ജിമിക്കിയാണ് കേട്ടോ ഇതും ആ മാലയും പിന്നെ അതിൻ്റെ ആ ക്രിസ്റ്റലിൻ്റെ വളയും കൂടി ഇടുമ്പോൾ ഭയങ്കര മാച്ച്. അത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസിൽ കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് വന്നേക്കണം. വലിയ വിലയുടെ സാധനങ്ങളൊന്നും വരാണ്ട് ചെറിയ വിലയുടെ തൊട്ടുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ ഈ ഒരു സെറ്റ് കാണാനായിട്ട്. വളയും ഇനി മോതിരവും വന്നിട്ടുണ്ട് കേട്ടോ. മോതിരം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അത് കാണിച്ച് തരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ വിരലും ഇട്ടിട്ട് വേണ്ടി വരും കാണിക്കാൻ. നമ്മളിങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഈ സ്റ്റഡ് കണ്ടു, എന്ത് ഭംഗി അറിയോ കാണാനായിട്ട്. ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയാട്ടോ. നമ്മളുടെ സ്വർണ്ണത്തിൻ്റെ കമ്മലുകൾ മാറി നിൽക്കണം, അത്രയും ഭംഗിയുണ്ട് ഈ സ്റ്റഡ് കേട്ടോ. അതും ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ സ്റ്റഡിൻ്റെ മുകളിലാണോ ഇതിൻ്റെ കാലിന്? അല്ല, ശരിക്കും സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇടാം. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തുമ്പത്താവും കാല്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും ഓട്ടയിൽ അവിടെ നിൽക്കുമ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ നോക്കിയിട്ടാണ്, മാക്സിമം ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അഷ്ടലക്ഷ്മിയുടെ വളയാണ്. അതും ഈ ലക്ഷ്മിയുടെ കൂടെ ചേർന്ന് പോകുന്ന ഒരു വളയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി കോസ്റ്റ്ലി സംഭവമാണ്. പക്ഷേ നോർമൽ ലക്ഷ്മിയുടെ വളകളും നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഇതിൻ്റെ പകുതി വിലയേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ രുദ്രാക്ഷമാണ്. രുദ്രാക്ഷവും ഗോൾഡായിട്ടുള്ളതുകൊണ്ട് പിന്നെ രുദ്രാക്ഷം ഒറ്റയ്ക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഈ രുദ്രാക്ഷം എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി എടുത്തപ്പോൾ അതിൽ നിന്ന് തന്നെ ബ്രേസ്ലെറ്റും കിട്ടി. അല്ല, പകുതി ചെറിയത് 6 പിടിയൊക്കെ മതി എന്ന് വെച്ചാൽ 2 മാലയായിട്ട് കിട്ടാവുന്ന ഒരു വലിപ്പമാണത്. ഇതാണ് മോതിരങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടമാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഡിവൈൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ട്രീറ്റ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഫുഡ്, അപ്പോൾ എനിക്ക് കുറേ സാലഡ്സ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സർപ്രൈസായിട്ട് ഡിവൈൻ ഇതാ കേക്ക് ഡോണും ഡിംപിളും കൂടിയിട്ടാണ് അത് ഓർഡർ ചെയ്ത്. ഡിംപിളിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓർഡർ ചെയ്ത് ഡിവൈന് ശരിക്കും അതൊരു സർപ്രൈസായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവൈനും ഡാഡിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡാഡി പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ മൂർക്കനിക്കര സെലിബ്രേഷൻസ് ഉണ്ടല്ലോ, ആ സ്റ്റാൻലിയുടെ വകയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ കേക്ക് പറഞ്ഞത്. അവർ തന്നെ വേറൊരു ഷോപ്പുണ്ട്, അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിവൈൻ പറയും കേട്ടോ, എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഡിംപിൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ സമയത്താണ് ഞാൻ പറയില്ലേ എല്ലാവരും ചിരിച്ചും ബഹളവും വയ്ക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർ ചിരിപ്പിച്ചും ഒക്കെ വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഒരു കുട്ടി വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് മറുപടി പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ എന്തോ ഒരു കളിയാക്കിയിട്ടാണ് പറഞ്ഞത്, സ്വർഗ്ഗമാണോ എന്ന് എന്തോ ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും മനസ്സ് തട്ടിയിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വീട് സ്വർഗം തന്നെയാണ് ഇന്ന് വരെ. കാരണം ഇതുപോലെ നിങ്ങളെപ്പോലെ മനസ്സുള്ളവരൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെ തോന്നണേന്നുള്ളത്. പിന്നെ എപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു മറവും തിരിവുമില്ല. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം പ്രമാണിച്ച് നമ്മൾ ഇത് പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരുടെയും കൂടിയിട്ട് ഇറച്ചി, അതായത് എല്ലാതും ഈ 2 പീസ് മാത്രം, അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യും. അതിപ്പോൾ ഹോട്ടലിൽ പോയാലും ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞ പോലെ നമ്മൾ 3 ആൾ പോകുമ്പോൾ 3 ടൈപ്പ് ഫുഡ് വാങ്ങിയിട്ട് 3 ടേസ്റ്റ് ചെയ്യും. അപ്പോൾ കാണുമ്പോൾ കുറേ ഫുഡ് പോലെ തോന്നും, ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് ഇന്നും ഞങ്ങൾ ചെയ്തത്. 3 ഐറ്റം വാങ്ങി ഞങ്ങൾ 5 പേർക്ക് വേണ്ടിയിട്ട്, എല്ലാവരും ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ 5 പേർക്ക് വേണ്ടി 3 ഐറ്റം വാങ്ങി എല്ലാം ഷെയർ ചെയ്ത് ഓരോ പീസ് വീതം കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് നമ്മളെന്താ പറയുക, ഇപ്പോൾ ഈ ഐശ്വര്യ പറഞ്ഞ പോലെ വയനാട് അവിടെ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഐശ്വര്യയോ അല്ലെങ്കിൽ വേറെ വല്ലവരോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ടോ? നമ്മളൊക്കെ സങ്കടപ്പെടും, നമ്മളൊക്കെ പ്രാർത്ഥിക്കും, നമ്മളൊക്കെ എന്താ പറയുക, എന്താ അങ്ങനെ പറ്റിയില്ലോ എന്ന് പറഞ്ഞിട്ട് സഹതപിക്കും, അതൊക്കെ ചെയ്യും. എന്ന് വെച്ചിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ടും പുറത്ത് പോവാണ്ടും ഒക്കെയാണോ ഇരിക്കുക? ഇപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിയേറ്റർ ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾക്ക് എല്ലാവരും പോകും. പക്ഷേ മനസ്സിൽ എപ്പോഴും ആ സങ്കടവും സ്നേഹവും സഹതാപം ഒക്കെ മനസ്സിലുണ്ടാവും. അത് മനസ്സിൽ വെക്കേണ്ടതാണ്, അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, അയ്യോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട സംഭവങ്ങളല്ല. അപ്പോൾ നിങ്ങളോട് അതാണ് ഞാൻ പറയണത്. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് കണ്ടിട്ടാണ്, ഒരു ആവശ്യമില്ല എൻ്റെ യൂട്യൂബിലൊന്നും കണ്ടിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ, പ്രത്യേകിച്ച് ഐശ്വര്യ പോലുള്ളവർക്ക് പഠിക്കാനൊന്നുമില്ല. വെറും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് മോള ഈ ചാനൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ചാനൽ മക്കൾ എന്തിനാണ് കണ്ടതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ചറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്താ പറയുക, എല്ലാവർക്കും ആഘോഷങ്ങൾ നല്ലതാണ്. പക്ഷേ എല്ലാ ആഘോഷങ്ങളും നമ്മളുടെ ഇടയിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊന്നും മറയും തിരിവില്ലാണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഞാനിന്ന് കഞ്ഞിയെ കുടിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഭക്ഷണം ഒന്നും കഴിച്ചില്ല കേട്ടോ, എനിക്കത് കണ്ടിട്ട് സങ്കടമായി, എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാൻ ആരോടെ ഈ പറയണേ, നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് തുറന്ന് പറയുന്നതും കാണിക്കുന്നതും. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കാണാം. കുറേ താല്പര്യമുള്ളവരുള്ളത് കൊണ്ടാണ്, അവരുടെ അപേക്ഷ പ്രകാരമാണ് ഞാനെന്നും ഈ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ വളരെ എണ്ണം കുറവ് എന്താ പറയുക ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്തിനാണ് ഇവരിങ്ങനെയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയല്ല മക്കളെ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഇതിൻ്റെ പിന്നിലും കുറേ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓരോ വ്യൂസാണ് നിങ്ങൾക്ക് കാശ് കിട്ടണേന്ന്. എന്തൊക്കെ കിട്ടേണ്ട, എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപയൊന്നും യൂട്യൂബിൽ നിന്ന് വരുമാനമില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഒരു ഇഷ്ടമാണ്, ഒരു ഇഷ്ടം, മറ്റുള്ളവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിൽ നിന്ന് കുറേ ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാനല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യൂട്യൂബ് എന്താണെന്നും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളിങ്ങനെയുള്ള സംസാരം പറയില്ല. അപ്പോൾ സാരമില്ല, നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതാ ഇവിടെ അങ്ങോട്ട് കഴിയണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. കാരണം നേരത്തോടെ ഫുഡ് കഴിച്ചു. ഇതാണ് നമ്മുടെ അക്ഷയ് സിംഗ്, കുറച്ച് നാളുകളായിട്ട് നമുക്ക് കമൻസ് ഇട്ടിരുന്ന ആൾ. അപ്പോൾ ആ ആളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അവസാനം നോക്കിയപ്പോൾ മൂപ്പർക്ക് തോന്നി വേണ്ട, ചിരിക്കണത് ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ നീതു പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇത് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടൻ്റ് ആക്കിയിടാനാണ് ആണെങ്കിലും വിരോധമില്ല. കാരണം എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണം, എനിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റിൻ്റെ ആവശ്യം ഇല്ല. അത് കുട്ടി ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കാരണം കണ്ണടച്ച് തുറക്കുമ്പോൾ ആരൊക്കെയുണ്ട് എവിടെയൊക്കെയുണ്ട് എന്നുള്ളത് പോലും അറിയാത്ത സമയമാണ്. അപ്പോഴാണ് നമ്മളിപ്പോൾ എന്താ പറയുക, മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം നിൽക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും അതൊക്കെ നിർത്താം. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.